അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണം 300-നോടടുക്കുന്നു. 294 പേർ മരിച്ചെന്നാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും DVRും കണ്ടെത്തിയിട്ടുണ്ട്. ദുരന്ത സ്ഥലത്ത് NIA സംഘം പരിശോധന നടത്തി. അതേസമയം എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 വിമാനങ്ങളിൽ അടിയന്തര സുരക്ഷാ പരിശോധനയ്ക്ക് DGCA ഉത്തരവിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഈ വിമാന ദുരന്തത്തിൽ മരണം 300-നോട് അടുക്കുന്നു എന്ന ദുഃഖകരമായ സൂചനകളാണ് പുറത്തുവരുന്നത്. ഒപ്പം തന്നെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായി, DVR കണ്ടെത്താനായി, ഇതിൽ അപകടത്തെക്കുറിച്ച് സൂചന നൽകുന്ന എന്തെങ്കിലും ഒന്ന് ലഭിക്കും എന്നതാണ് പ്രതീക്ഷ. ഗൗതം. നിലിമ, ഈ മരണസംഖ്യ ഇപ്പോൾ 294-ലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഏകദേശം 300-നടുത്ത് മരണസംഖ്യ ഉയരും എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ വൃത്തങ്ങൾ അത്തരമൊരു സൂചന നൽകിയിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോൾ മരണസംഖ്യ 300-നോട് അടുക്കുകയാണ്. അതായത് നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തം 1996-ൽ ഡൽഹിക്കടുത്ത് ഹരിയാന ഡൽഹി ബോർഡറിൽ ഉസ്ബെക്കിസ്ഥാന്റെയും സൗദി അറേബ്യയുടെയും 2 വിമാനങ്ങൾ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് 349 പേർ ആകാശ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് ഇന്നലെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചികിത്സയിലുള്ള പലരുടെയും നില ഇപ്പോൾ മെച്ചപ്പെടുന്നുണ്ട്. കാരണം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റവർക്കെല്ലാം വളരെ വേഗത്തിൽ തന്നെ അഹമ്മദാബാദിലെ ഏറ്റവും മികച്ച ആശുപത്രികളിൽ ചികിത്സ നൽകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചു. ഒരുപക്ഷെ കാര്യക്ഷമമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഗുജറാത്തിലെ പോലീസ്, ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ NDRF ടീം, അവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായ കാര്യക്ഷമമായ ഇടപെടലാണ് ഒരുപക്ഷെ മരണസംഖ്യ ഇതിൽ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞത് എന്നത് ആശ്വാസകരമായി തന്നെ പറയാം. അതല്ലെങ്കിൽ ഇതിലും വലിയൊരു നമ്പറിലേക്ക് മരണസംഖ്യ ഉയർന്നേനെമെന്ന് വേണം വിശേഷിപ്പിക്കാൻ. അതേസമയം ഇന്നത്തെ പകൽ ദിവസം വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. വിവിധ കേന്ദ്ര ഏജൻസികൾ, അതുപോലെ തന്നെ ഗുജറാത്ത് സർക്കാരിൻ്റെ പോലീസ്, ATS തുടങ്ങിയ വിവിധ ഏജൻസികളുടെ പരിശോധനയാണ് നടന്നത്. അതിൽ DGCAയുടെ ഉദ്യോഗസ്ഥർക്കാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ടീമിനാണ് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ അപകടമുണ്ടായ വിമാനം വന്ന് പതിച്ച കെട്ടിടത്തിൻ്റെ മുകളിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ഗുജറാത്ത് പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ വളരെ നിർണായകമാകുന്നതാണ് ഈ ബ്ലാക്ക് ബോക്സ് ആണെങ്കിലും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ആണെങ്കിലും കണ്ടെത്തിയിരിക്കുന്നത്. നീലിമ, അതുപോലെ ഗൗതം, എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 വിമാനങ്ങളിൽ അടിയന്തര സുരക്ഷാ പരിശോധന നടത്താൻ DGCA ഉത്തരവിട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? കാരണം ഒട്ടേറെ പരാതികൾ ഉയർന്നു വന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ അപകടത്തിലേക്ക് കൂപ്പുകുത്തിയതും ഈ 787 ബോയിംഗ് വിമാനമാണ്. അതുകൊണ്ട് തന്നെ DGCA കർശനമായ പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ടല്ലോ. നീലിമ, എയർ ഇന്ത്യ ബോയിങ്ങിൻ്റെ 787 ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന വിമാനങ്ങളുടെ പരിശോധന അടിയന്തരമായി നടത്താനാണ് ഇപ്പോൾ DGCA ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം ഇന്നലത്തെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇതിന് മുൻപും ഈ വിമാനവുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്തും മറ്റും യാത്രക്കാർക്കിടയിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ഇതിലെ യാത്രക്കിടയിൽ ഇത്തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ പരക്കെ ഉയർന്ന പശ്ചാത്തലത്തിലും ഇന്നലത്തെ ഈ നാടിനെ നടുക്കിയ വലിയ ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ DGCA ഇത്തരം ഒരു പരിശോധന കർക്കശമാക്കണം എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ ഈ എയർ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ജൂൺ മാസം 15 മുതൽ ഇത്തരം പരിശോധനകൾ ഉണ്ടാകണം. മാത്രമല്ല, ഈ എയർ ഇന്ത്യ ബോയിങ്ങിൻ്റെ 787 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെടുന്ന വിമാനങ്ങൾ തൽക്കാലത്തേന് ഫ്ലൈ ചെയ്യരുത് എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ DGCAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. കാരണം ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നു. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള കർക്കശമായ നടപടിയാണ് ഇപ്പോൾ DGCAയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടിയന്തരമായ പരിശോധന ഈ വിഭാഗത്തിൽപ്പെടുന്ന വിമാനങ്ങളിൽ നടത്തണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വളരെ കർശനമായ നിലപാടാണ് DGCAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.